ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച ബിജെപിയുടെ ലക്ഷ്യം ഇനി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തോടെ അണികളുടെ ഇടയിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും പാർട്ടി സജ്ജമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ബിജെപി ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വിജയിക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തുമെന്നും സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2021 മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബിജെപി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. വോട്ടെണ്ണലിന്റെ ഭൂരിപക്ഷ സമയവും ഇ ശ്രീധരനായിരുന്നു മുന്നിലെത്തിയത്. അവസാന നിമിഷമാണ് ഷാഫി പറമ്പിൽ കരകയറിയത്. പാലക്കാട് ഷാഫി പറമ്പിലിനുള്ള സ്വാധീനവും CPM ക്രോസ് വോട്ട് ചെയ്തതുമാണ് UDFന്റെ വിജയത്തിന് കാരണമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. UDFിൽ നിരവധി പേരുകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഷാഫി പറമ്പിലിനെ അത്ര സ്വാധീനമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അണികളുടെ കാഴ്ചപ്പാട്. സി കൃഷ്ണകുമാർ, ശോഭ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളാണ് ബിജെപിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലമ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്കും പാലക്കാട് നിന്ന് ലോക്സഭയിലേക്കും മത്സരിച്ച് വോട്ട് വിഹിതം കുത്തനെ ഉയർത്തി ബിജെപിയെ ജില്ലയിലെ നിർണായക ശക്തിയാക്കി മാറ്റിയ നേതാവാണ് സി കൃഷ്ണകുമാർ. പാലക്കാട് നഗരസഭയിലും ബിജെപിക്ക് തുടർഭരണം നേടിക്കൊടുത്ത നേതാവ്. നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പാലക്കാട് നഗരസഭയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ്. അതിലുപരി 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറങ്ങിയ കൃഷ്ണകുമാർ 46,175 വോട്ടുകൾ നേടി കോൺഗ്രസിനെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്തി. 2019 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 2 ലക്ഷത്തോളം വോട്ട് നേടി പാർട്ടിയുടെ ശക്തി അറിയിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാർ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. സി കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് മണ്ഡല ജില്ലാ തലങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടുള്ളത്. കൃഷ്ണകുമാർ മണ്ഡലത്തിനാകെ പരിചിതനാണെന്നാണ് ബിജെപി കാണുന്ന നേട്ടം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ല. ശോഭ സുരേന്ദ്രൻ മികച്ച നേതാവാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറാണെന്ന നിലപാടും മണ്ഡല ജില്ലാ നേതൃത്വങ്ങളിലുണ്ട്. സി കൃഷ്ണകുമാറിനോടൊപ്പം ശോഭ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ എന്നിവരുടെ പേരും സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചേക്കും. മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്താൻ ശോഭ സുരേന്ദ്രന് സാധിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇ ശ്രീധരൻ നേടിയ 2ാം സ്ഥാനം 1ാം സ്ഥാനമാക്കാൻ ശോഭയ്ക്ക് കഴിയുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ഇക്കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.99 ലക്ഷം വോട്ട് നേടി. 2019 1.87 ലക്ഷം വോട്ട് മാത്രമായിരുന്നു പാർട്ടിക്ക് അവിടെ ലഭിച്ചത്. NDAക്ക് യാതൊരു സ്വാധീനവും ഇല്ലെന്ന് കരുതിയ മണ്ഡലത്തിലാണ് കോൺഗ്രസിനെയും CPMനെയും ഒരുപോലെ ഞെട്ടിച്ച് ശോഭ മുന്നേറിയത്. ഈ സാഹചര്യത്തിൽ ശോഭയെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയസാധ്യത കൂടുമെന്നാണ് അണികളുടെ വിശ്വാസം. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ദേശീയ നേതൃത്വമായിരിക്കും. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാട് നഗരസഭ ബിജെപിയാണ് ഭരിക്കുന്നത്. മാത്തൂരും ബിരിയാരും UDFിനാണ് ഭരണം. കണ്ണാടിയിൽ മാത്രമാണ് CPMന് ഭരണമുള്ളത്. നിലവിൽ ചർച്ചകൾ തുടങ്ങിയ സ്ഥിതിക്ക് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയാണ് ജനങ്ങളും. ന്യൂസ് ഡെസ്ക്, News.24.